ലഹരി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ വനിതാ ജീവനം എന്ന സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനം ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ നിർവഹിച്ചു. വാർത്ത വിശദമായി. ക്യാൻസർ വിമുക്ത കേരളം ഒരു ലക്ഷ്യം എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ അംഗങ്ങളിൽ സ്ത്രീകൾക്കായി പ്രവർത്തിക്കാൻ വനിതാ ജീവനം എന്ന സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം MLAയുമായ KV ഗണേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. അതിലെ ജീവനം പോലുള്ള സംഘടനകൾ, IMA പോലുള്ള സംഘടനകൾ മുൻകൈ എടുക്കണം. നമ്മളൊരു ഡോക്ടർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമരം പഠിക്കാൻ മാത്രമല്ലല്ലോ ഇത്തരം സംഘടന. ഒരു ഡോക്ടറെ ആരെങ്കിലും ഉദ്യോഗത്തിൽ ചെയ്യാൻ സമരം ചെയ്യാം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സമരം ചെയ്യാനല്ല ഈ സംഘടന. പിന്നെ ഞങ്ങളുടെ ന്യായങ്ങൾ നിരത്താനുള്ളതല്ല, പൊതുവായി ഒരു സേവന പ്രവർത്തനം. ഇന്ന് കേരളത്തിൽ അതിനുള്ള സമ്പത്തും അതിനുള്ള കഴിവുള്ളത് IMA എന്ന സംഘടന. സർക്കാർ പോലും ഇല്ലെങ്കിൽ അവർ നടത്തണം, പക്ഷെ അതിനുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി. അതാണ് IMA ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു മാരകമായ വിഷയമാണ്. ചികിത്സിക്കാൻ ഭേദമാകുന്ന ഒരു അസുഖമുണ്ട്. അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും മരണത്തിനെ കൈനീട്ടി പിടിക്കുന്ന ഒരു രോഗമാണ്. ശരിയായ സമയത്ത് കണ്ടെത്തുകയും ശരിയായ ചികിത്സ ലഭിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അനേകർ ഈ സദസ്സിൽ തന്നെ എഴുന്നേൽക്കുന്ന കൈവരുത്തി. ഇതിന് ജീവനത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, 10 വർഷം മുമ്പ് ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ 10 വർഷം മുമ്പ് രോഗത്തിന് ഞാൻ പിടിപ്പെട്ടു. അത് ചികിത്സിച്ച് മാറ്റിയതിനു ശേഷമാണ് ജീവനത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറുന്നത്. പിരിവ് തുടങ്ങുമ്പോൾ അദ്ദേഹം ജീവനത്തിന്റെ ഭാഗമായി മാറുന്നതിന് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ തുടക്കത്തിൽ കണ്ടുപിടിക്കാനുള്ള മാറും. പത്തനാപുരം താലൂക്ക് ആശുപത്രി ആരംഭിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലൊരു പദ്ധതി എന്തായാലും പുതിയ ആശുപത്രി തുടങ്ങുമ്പോൾ ഇവിടെ എന്തായാലും ഈ പദ്ധതി ഞാൻ കൊണ്ടുവരും. പത്തനാപുരത്തുകാരെ എനിക്ക് പരിശോധിക്കേണ്ട വിഷയത്തിലാണ് എത്ര പണം വേണമെന്ന്. അത് എനിക്ക് വലിയ വലിയ ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടായാലും നമ്മൾ പത്തനാപുരം ഈ താലൂക്ക് ആശുപത്രി വരുന്ന തരത്തിൽ നമ്മൾ ഈ പരിശോധന നടത്തും. വേറെ ആഹാരം നടത്തും. നമ്മുടെ ഈ ഐഡിയൊന്നും ആരും സ്വീകരിക്കില്ല. പക്ഷെ അടിക്കാൻ വഴി കിട്ടുമ്പോൾ നമ്മൾ അടിക്കണം. അതാണ് എൻ്റെ പോളിസി. വടി വഴിയായി വെച്ചോളൂ. അടിക്കാൻ ആശുപത്രി കിട്ടുമ്പോൾ വടി കിട്ടുമ്പോൾ അടിച്ചോളൂ. അല്ലാതെ വെറുതെ വടിയില്ലാതെ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വടി എപ്പോൾ കൈ കിട്ടുമ്പോൾ അപ്പോൾ അടിക്കാം. എനിക്ക് പത്തനാപുരത്തിന് ആരുടെ അനുവാദം, ജനങ്ങളുടെ അനുവാദമുണ്ട്. ഈ ആശുപത്രി കിട്ടുന്ന ഒരു 1.5 വർഷം കൊണ്ട് തീരുമ്പോൾ നമ്മൾ എല്ലാ ശരിയും ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ട്. ആശുപത്രി തുടങ്ങുമ്പോൾ OPD പോലും ആപ്പ് വഴിയായിരിക്കും. ഇപ്പം ഞാൻ KSRTC കൊണ്ടുവന്നല്ലോ, കുട്ടികൾക്ക് കൺസെഷൻ എടുക്കാൻ ആപ്പ് കൊണ്ടുപോകും. ആപ്പ് വഴി നിങ്ങൾ വീട്ടിൽ നിന്ന് കൺസെഷൻ എടുക്കാം, കൺസെഷൻ എടുക്കാൻ പൈസ അടയ്ക്കാം. ഈ കൺസെഷൻ കാർഡ് കൈപ്പറ്റാൻ മാത്രം KSRTC ബസ് സ്റ്റേഷനിൽ ചെന്നാൽ മതി. അല്ലാതെ അതൊന്നും പോയി നിരക്കണ്ട, ആരും കാല് പിടിക്കേണ്ട, ക്യൂവിൽ നിൽക്കേണ്ട, തള്ളണ്ട, ഒന്നും വേണ്ടി വന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും OP രാവിലെ വരുന്നു, പാവങ്ങൾ വരും. അവർക്ക് ആപ്പൊന്നുമില്ല. അവരൊരു 9:30 മണി മുതൽ ഒരു 11 മണി വരെ 12 മണി വരെ അവരുടെ OP കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യമുള്ള ആൾക്കാർ വയസ്സായ അമ്മയെ കൊണ്ടുവരണം. ആപ്പ് വഴി മക്കൾക്ക് ബുക്ക് ചെയ്തിട്ട് 11 മണിക്ക് ശേഷം ഡോക്ടറിന് ഒരു സ്ക്രീനില്ല. കാരണം 11:30 ഒരുവിധം സാധാരണക്കാരെല്ലാം കഴിഞ്ഞു. ഈ ബുക്ക് ചെയ്തിട്ട് 1:30 മണി വരെ 2 മണി ഡോക്ടർ കാണും. ആ 1:30 മണി വരെ ഈ ഒരു 2 മണിക്കൂർ ബുക്ക് ചെയ്തിട്ട് വരാൻ അവസരം കൊടുത്താൽ ഇന്നിപ്പോൾ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നാളെ കിട്ടും. അത്തരത്തിലുള്ള സംവിധാനം. നമ്മൾ ഈ ക്യൂ നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ട്. ആളുകളെ ക്യൂ നിർത്തിയാൽ കൊട്ടാര ആശുപത്രി വെച്ച് ക്യാൻസറിന്റെ ക്യാമ്പ് ഉണ്ട്. ഇപ്പോൾ ശനിയാഴ്ച എല്ലാവരും അത് ഇടിച്ചു. കുറച്ച് പേർക്ക് കിട്ടി, കിട്ടാത്ത മനപ്രയാസം കൊണ്ട് അടുത്ത പ്രാവശ്യം വരത്തില്ല. എനിക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഞാൻ പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആപ്പ് വേണം എന്ന് പറയുന്നത്. എത്ര രോഗികൾ വരുമെന്ന് ഡോക്ടർമാർക്ക്. ചടങ്ങിൽ ILO ഗവേണിംഗ് ബോർഡ് മെമ്പർ R ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജീവനം ക്യാൻസർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയും ക്യാൻസറിനെതിരെ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത വിശദീകരിക്കുകയും ചെയ്തു. ലോകത്തിലൊരു കാര്യം ചോദിക്കുകയാണ്, ക്യാൻസറിനെ അതിജീവിച്ച് വിജയിച്ചവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാണോ? അപ്പൊ തീർച്ചയായിട്ടും ക്യാൻസർ ചികിത്സിച്ചാൽ മാറും എന്നതിന് ഉറപ്പാണ് ഇവരെല്ലാം. ക്യാൻസർ ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയും. അർബുദമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവർക്ക് സ്വജീവിതം കൊണ്ട് പ്രത്യാശയേകാനായി പ്രസിദ്ധീകരിക്കുന്ന കനൽക്കാട് താണ്ടിയ ഫിനിക്സ് പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ഡോക്ടർ അബു എബ്രഹാം, ഡോക്ടർ സുമിത്ര നായർ എന്നിവർ നിർവഹിച്ചു. വനിതാ ജീവനം പ്രസിഡന്റ് പുഷ്പ മോഹൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.